ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം കൂദാശകളെക്കുറിച്ചാണ്. ക്രിസ്തുവിനെ അനുഭവിക്കുന്നതിന് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് കൂദാശകൾ. നമുക്കറിയാം, അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നായി ചേരുക അഥവാ സ്വന്തമാക്കുക എന്നാണല്ലോ അർത്ഥം. കൂദാശയെ ഹെബ്രായ ഭാഷയിൽ ഖാദാഷ് എന്നും സുറിയാനി ഭാഷയിൽ കൂദാശ എന്നും പറയും. വിശുദ്ധീകരിക്കുന്നത് അഥവാ വേർതിരിക്കപ്പെട്ടത് എന്നാണ് കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സാക്രമെൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. സാക്രമെന്തും എന്ന ലത്തീൻ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സാക്രമെൻ്റ് എന്ന ഇംഗ്ലീഷ് പദം. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധമായവ എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൂദാശ എന്ന ആശയം സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം മിസ്റ്ററി എന്നാണ്. ദൈവിക രഹസ്യം അഥവാ മറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് മിസ്റ്ററി എന്ന പദത്തിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവിക രഹസ്യങ്ങൾ എന്നർത്ഥം. വിശുദ്ധീകരണമാണ് എല്ലാ കൂദാശകളുടെയും ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. അഥവാ മനുഷ്യാത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് യേശു കൂദാശകൾ സ്ഥാപിച്ചത്. മനുഷ്യ ജീവിതത്തിലെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും ഈശോയെ കണ്ടുമുട്ടാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും കൂദാശകൾ നിമിത്തമാകുന്നു. പ്രൈസ് ദ ലോർഡ്. കൃപയുടെ പാത്രമെന്നാണ് കൂദാശകളെ വിശേഷിപ്പിക്കുക. വിശുദ്ധീകരിക്കുന്നത് അഥവാ വേർതിരിക്കപ്പെട്ടത് എന്നാണ് കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് നാം കണ്ടു കഴിഞ്ഞു. മാമോദീസായിലൂടെ വ്യക്തിയുടെ ജന്മപാപവും കർമ്മപാപവും നീക്കി വിശുദ്ധീകരിക്കുന്നു അഥവാ ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ഗർഭപാത്രം എന്നാണ് മാമോദീസ തൊട്ടിയെ വിളിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് സ്ഥൈര്യലേപനം. സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ശക്തി നൽകി വിശുദ്ധീകരിക്കുന്നു അഥവാ വേർതിരിക്കപ്പെടുന്നു. 2 കൊരിന്തോസ് 1:22 തിരുവചനം പറയുന്നു, അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. ആരാണ് അവിടുന്ന്? ദൈവം നമ്മിൽ, ദൈവത്തിൻ്റെ മുദ്ര എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട്, എന്തിൻ്റെ അച്ചാരമായിട്ടാണ്? രക്ഷയുടെ അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി വിശുദ്ധ കുർബാന. യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിലും വിശുദ്ധീകരണം നടക്കുന്നു അഥവാ വേർതിരിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനം നമുക്കറിയാമല്ലോ, പെസഹ വ്യാഴാഴ്ചയാണ്. ഇനി കുമ്പസാരം, അതായത് കർമ്മപാപങ്ങളിൽ നിന്നുള്ള മോചനം നൽകി
നമ്മെ വിശുദ്ധീകരിക്കുന്ന കൂദാശയാണ് കുമ്പസാരം. പ്രൈസ് ദ ലോർഡ്. അടുത്തതായിട്ട് രോഗീലേപനം. രോഗിയുടെ ആത്മാവിനും ശരീരത്തിനും ശക്തി നൽകി രോഗീലേപനത്തിൽ വിശുദ്ധീകരണം അഥവാ വേർതിരിക്കപ്പെടൽ സാധ്യമാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആറാമത് വിവാഹം, ഏഴാമത് തിരുപ്പട്ടം. ഈ രണ്ട് ജീവിത അന്തസ്സുകൾക്ക് ആവശ്യമായ ദാനങ്ങൾ നൽകി വിശുദ്ധീകരിക്കുന്നു അഥവാ വേർതിരിക്കുന്നു. വിശുദ്ധ കുർബാനയെ കൂദാശകളുടെ കൂദാശ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ആര്? സഭ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൂദാശകളിൽ അടങ്ങിയിരിക്കുന്നു. കൗദാശിക ജീവിതം എന്നത് തന്നെ ഒരു ജീവിത ശൈലിയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഈ ലോകത്തെ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈ വചനത്തിലൂടെ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ ക്രിസ്തു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് എന്ത്? കൂദാശ എന്ന് പറയുന്നത്. സെൻ്റ് അഗസ്റ്റിൻ പറയുന്നു, ദൃശ്യമായ ചില മുഖാന്തരങ്ങളിലൂടെ അദൃശ്യമായ ദൈവ സാന്നിധ്യം അഥവാ ക്രിസ്തു സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒന്നാണ് കൂദാശ. പ്രൈസ് ദ ലോർഡ്. അതായത് അദൃശ്യമായ അല്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവവരപ്രസാദം നൽകുന്നതിന് ഈശോ മിശിഹ സ്ഥാപിച്ച ദൃശ്യമായ അഥവാ കാണാവുന്ന അടയാളങ്ങളുടെയും പ്രതീകങ്ങളിലൂടെയും നമുക്ക് വെളിപ്പെടുത്തുന്നതാണ് കൂദാശകൾ. പ്രൈസ് ദ ലോർഡ്. ചുരുക്കത്തിൽ യേശുവിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യങ്ങളാണ് കൂദാശകളിലൂടെ വെളിപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്. നാം ഓരോരുത്തരും കൂദാശകളുടെ സവിശേഷതകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് ദൈവജനം അടയാളങ്ങളിലൂടെ സഭയിൽ പരസ്യമായി അർപ്പിക്കുന്ന സ്തുതിയും ആരാധനയും പുകഴ്ചയുമാണ് കൂദാശകളുടെ അന്തസത്ത. പ്രൈസ് ദ ലോർഡ്. പിതാവായ ദൈവത്തിന് പുത്രനായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അർപ്പിക്കപ്പെടുന്ന ആരാധനയാണ് കൂദാശകൾ. നമുക്കറിയാം, ദൈവം നമ്മുടെ പിതാവാണ് അല്ലേ? അവിടെ നിന്നാണ് നമ്മുടെ സൃഷ്ടാവും നിയന്താവും. പിതാവിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുക മക്കളായ നമ്മുടെ കടമയാണല്ലോ. മാമോദീസ വഴി ദൈവമക്കളായി തീരുന്നതോടെ ഈ ദൗത്യം നിർവഹിക്കാൻ നാം പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എഫേസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്തൃകൂദാശകൾ എന്നറിയപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ള 2 കൂദാശകളാണ് വിശുദ്ധ മാമോദീസായും വിശുദ്ധ കുർബാനയും. ക്രൈസ്തവ ജീവിതത്തിൽ കൂദാശകൾ അനിവാര്യമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. കൂദാശകളെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഒന്ന്, പ്രാരംഭ കൂദാശകൾ അഥവാ
മായാത്ത മുദ്ര പതിപ്പിക്കുന്ന കൂദാശകൾ. ഏതൊക്കെയാണവ? CCC 1212, അതായത് കത്തോലിക്ക മതബോധന ഗ്രന്ഥം 1212 ഖണ്ഡിക പറയുന്നു, ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള ഔപചാരിക പ്രവേശനത്തിൻ്റെ കൂദാശകൾ അഥവാ പ്രാരംഭ കൂദാശകൾ. ഏതൊക്കെയാണ്? 1 മാമോദീസ, 2 സ്ഥൈര്യലേപനം, 3 വിശുദ്ധ കുർബാന. ഈ 3മാണ് പ്രാരംഭ കൂദാശകൾ എന്നറിയപ്പെടുന്നത്. രണ്ടാമത് സൗഖ്യദായക കൂദാശകൾ, രോഗീലേപനവും കുംഭസാരവും സൗഖ്യദായക കൂദാശകളാണ്. ഇനി മൂന്നാമത് സേവനാത്മകമായ കൂദാശകൾ. അതേതൊക്കെയാണ്? തിരുപ്പട്ടം, വിവാഹം. ഉത്ഭവപാപം മൂലം ദൈവിക ജീവനിൽ വളരുവാനുള്ള ദൈവിക വരപ്രസാദം നഷ്ടപ്പെട്ട മാനവരാശിക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള പോഷകങ്ങൾ അഥവാ ദൈവിക വരപ്രസാദം ലഭിക്കുന്നത് മാമോദീസ വഴിയാണ്. അതായത് ജ്ഞാനസ്നാനം വഴി ദൈവവരപ്രസാദം ലഭിക്കുകയും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും നാം മോചിതരാവുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചുരുക്കത്തിൽ കൂദാശയിലൂടെ ലഭിക്കുന്നത് ദൈവിക ജീവനാണ് എന്നർത്ഥം. ശേഷം അടുത്ത എപ്പിസോഡിൽ. പ്രൈസ് ദി ലോർഡ്.